തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന അസമിൽ വമ്പൻ ഒരു രാഷ്ട്രീയ ട്വിസ്റ്റ്. കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഭുവൻ ബോറ ബിജെപിയിൽ ചേരുമെന്ന പ്രഖ്യാപനവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അസം കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് അസമിലെത്തുന്നുണ്ട്. വിനിത വിജയ് വീണ്ടും ചേരുന്നു. വിനിത, ഒരുവിധമുള്ള നേതാക്കന്മാരെല്ലാം ഈ ബിജെപിയിലേക്ക് ചേക്കേറുകയാണല്ലോ കോൺഗ്രസിൽ നിന്ന്. എന്താ അവിടെ സംഭവിക്കുന്നത്? അസമിലും സമാനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഒരു നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സംസ്ഥാന ചുമതലയുണ്ടായിരുന്ന മുൻ നേതാവാണ്, സംസ്ഥാനത്തിന്റെ മുൻ ചുമതലയുണ്ടായിരുന്ന ഭുവൻ ബോറ നിർണായകമായി അദ്ദേഹം രാജിവെക്കുകയും പിന്നാലെ രാഹുൽ ഗാന്ധിയും ഒക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു. പിന്നാലെ അദ്ദേഹം രാജി പിൻവലിച്ചുവെന്ന് ചില നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഭുവൻ ബോറ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നു. താൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഭുവൻ ബോറയുമായി ഫോണിൽ സംസാരിക്കുകയും വൈകിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ഈ മാസം 22-ന് ഭുവൻ ബോറ ബിജെപിയുടെ ഭാഗമാകുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഭുവൻ ബോറയ്ക്കൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ കൂടി ബിജെപിയിലേക്ക് വരുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ അവകാശവാദം. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഭുവൻ ബോറയുടെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിർണായകമായിട്ടുള്ള ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ തനിക്കും പറയാനുണ്ട്. അത് ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങൾ താൻ സംസാരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണെങ്കിലും ആ വാർത്താ സമ്മേളനത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കൂടി തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. അതിനായി കാത്തിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഒപ്പം ഇന്ന് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുന്നത് അസമിലേക്ക് പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് എത്തുമെന്നുള്ളതാണ്. അസമിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഈ കോൺഗ്രസ് പാർട്ടിയുടെ സ്ക്രീനിംഗ് ചെയർപേഴ്സണാണ് പ്രിയങ്ക ഗാന്ധി. അവർ ഇന്ന് 2 ദിവസത്തെ പരിപാടികൾക്കായാണ് അസമിലേക്ക് എത്തുന്നത്. അവിടെയുള്ള സംസ്ഥാന നേതാക്കളുമൊക്കെയായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസിനുള്ളിലെ ഈ പൊട്ടിത്തെറി തുടരുന്നതിനിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ അസം സന്ദർശനം. ഓക്കേ, താങ്ക് യു വിനിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.